നിയമസഭയിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശിവഗിരി പരാമർശത്തിന് മറുപടിയുമായി മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി. ശിവഗിരിയിലെയും മുത്തങ്ങയിലെയും പോലീസ് നടപടികളിൽ തനിക്ക് ദുഃഖമുണ്ട്. 1995 കോടതി ഉത്തരവ് നടപ്പിലാക്കാനാണ് ശിവഗിരിയിലേക്ക് പോലീസിനെ അയക്കേണ്ടി വന്നത്. തനിക്ക് ശേഷം വന്ന ഇ കെ നായനാർ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. ആ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. മുത്തങ്ങ സംഭവത്തെക്കുറിച്ചുള്ള CBI റിപ്പോർട്ടും സർക്കാർ പുറത്തുവിടണമെന്നും എ കെ ആന്റണി ആവശ്യപ്പെട്ടു. 21 വർഷമായി സംസ്ഥാന രാഷ്ട്രീയം വിട്ട തനിക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണം നടക്കുകയാണെന്നും എ കെ ആന്റണി ആരോപിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ചും 21 വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട്. 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റിന്റെ ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. LDFന്റെ മുഖ്യമന്ത്രി ഇ കെ നായനാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യമ്പോൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്റെ അഭ്യർത്ഥന, നായനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഇനി ദുഃഖമുണ്ട് ആ സംഭവത്തിൽ, രണ്ട് സംഭവത്തിൽ. ശിവഗിരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട്, മുത്തങ്ങ സംഭവത്തിലും ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. തനിക്ക് പലതും തുറന്നു പറയാനുണ്ടെന്ന് എ കെ ആന്റണി. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാം പറയും. അതിൽ അപ്രിയ സത്യങ്ങൾ ഉണ്ടാകുമെന്നും ആന്റണി വ്യക്തമാക്കി. ഇന്നലത്തെ പ്രൊവക്കേഷനോട് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇത് പറയാൻ വെച്ചത്. അല്ലെങ്കിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ ചില അപ്രിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നാൽ, എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് 85 വയസ്സായി, അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. KR സാജു ചേരുന്നു. സാജു, ഈ സംഭവങ്ങളിലെല്ലാം എങ്ങനെയാണ് എ കെ ആന്റണി വ്യക്തത വരുത്തുന്നത്? ഇനിയും പറയാനുണ്ടെന്ന് പറഞ്ഞു വെച്ചാണല്ലോ പോകുന്നത്. എ കെ ആന്റണി ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതിലേക്ക് ഇടയാക്കിയത് ഇന്നലെ നിയമസഭയിൽ ഉണ്ടായ സംഭവങ്ങളും ചർച്ചകളുമാണ്. അതായത് അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടക്കുമ്പോൾ ശിവഗിരിയും അതുപോലെ മുത്തങ്ങ സംഭവമായിരുന്നു ഭരണപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടന്ന പോലീസ് അതിക്രമങ്ങൾ എണ്ണിപ്പറയുമ്പോൾ അതിലായിരുന്നു ഊന്നിയത്. അത് രണ്ടും എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്നതിനാൽ അതിന് വിശദീകരണവുമായി എത്തുകയാണ് ഇന്ന് എ കെ ആന്റണി ചെയ്തത്. സഭയിൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിന് ആയിരുന്നില്ല എന്ന വിമർശനവും ഉയരുന്നതിനിടയിലാണ് എ കെ ആന്റണി തന്നെ സ്വയം പ്രതിരോധവുമായി ഈ 85-ാമത്തെ വയസ്സിൽ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ശിവഗിരിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ്, കോടതി അലക്ഷ്യ നടപടി സർക്കാർ നേരിടാതിരിക്കാൻ വേണ്ടി നടപ്പാക്കുകയാണ് ചെയ്തത്. അത് തിടുക്കപ്പെട്ടുള്ള നടപടിയായിരുന്നില്ല. പല തവണത്തെ നീക്കങ്ങൾക്ക് ശേഷം നടത്തിയ ഒരു നടപടിയായിരുന്നു ശിവഗിരിയിൽ വിജയിച്ച സ്വാമിമാർക്ക് അധികാരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടപടി. ആ പോലീസ് നടപടിയിൽ താൻ ദുഃഖം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യം ശിവഗിരിയിൽ പോയി തന്നെ പറഞ്ഞിട്ടുമുണ്ട് പിന്നീട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ കമ്മീഷനെ പിന്നീട് വന്ന ഇ കെ നായനാർ സർക്കാർ നിയമിച്ചിരുന്നു. അതൊരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായിരുന്നു, ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തുവിടണം സർക്കാർ. അതിൽ നിന്നും കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വ്യക്തമാകും എന്നാണ് എ കെ ആന്റണി സർക്കാരിന് മുന്നിൽ തന്നെ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന് മുത്തങ്ങയാണ്. മുത്തങ്ങയിൽ നിന്നും ആദിവാസികൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിലും അദ്ദേഹത്തിന് ദുഃഖമുണ്ട്. അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എ കെ ആന്റണി പറയുന്നത് അതേക്കുറിച്ച് ഒരു CBI അന്വേഷണം നടന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടും സർക്കാർ പുറത്തുവിടട്ടെ. താനാണ് ആദിവാസികൾക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി നൽകിയത്. അവിടെ ആദിവാസികൾ അന്ന് കുടിൽ കെട്ടിയത് ശരിയായിരുന്നെങ്കിൽ പിന്നീട് വന്ന സർക്കാരുകൾക്ക് അവിടെ ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ കഴിയണമായിരുന്നു. അങ്ങനെ ഒന്നും കഴിഞ്ഞില്ല. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ദേശീയ വന്യജീവി സങ്കേതമാണ്. അത്തരമൊരു സ്ഥലത്ത് ആദിവാസികൾക്ക് കുടിൽ കെട്ടി താമസിക്കാൻ കഴിയില്ല. അവരെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടു അന്നത്തെ കേന്ദ്ര സർക്കാർ, വാജ്പേയിയുടെ സർക്കാർ 3 തവണയാണ് കത്തുകൾ അയച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള പോലീസ് നടപടിയായിരുന്നു. മാത്രമല്ല അന്നത്തെ വയനാട്ടിലെ എല്ലാ
മാധ്യമങ്ങളും എടുത്തു വായിക്കണം, രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും ഒക്കെ ഇവരെ ഇറക്കിവിടണം എന്ന നിലപാടെടുത്തു. എന്നാൽ പോലീസ് നടപടിക്ക് ശേഷം പലരും കാലുമാറി എന്നുകൂടി AK ആന്റണി പറഞ്ഞു വെക്കുന്നുണ്ട്. അക്കാര്യത്തിലും CBI അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് കുറെ കൂടി കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് AK ആന്റണി പറഞ്ഞു നിർത്തുന്നത്. ഇപ്പോഴൊരു വാർത്താ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ 21 വർഷമായി കേരളത്തിൽ ഇതിങ്ങനെ പാടി നടക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൻ ഇതൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണും. ഇത് തന്റെ അവസാനത്തെ വാർത്താ സമ്മേളനമല്ല എന്ന് പലതവണ AK ആന്റണി ആവർത്തിച്ച് പറയുന്നുണ്ട്. ചില ആത്മകഥാ പരാമർശങ്ങളുള്ള കാര്യങ്ങൾ പറയാനുണ്ട്, അതിൽ ചില അപ്രിയ സത്യങ്ങളുമുണ്ട്. അതിനാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അക്കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന നിലപാടാണ് AK ആന്റണി എടുക്കുന്നത്. മൂന്നാമതായി മാറാട് കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തുവിടണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും AK ആന്റണിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടി ഈ വിവാദങ്ങൾ കെട്ടടങ്ങി എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. AK ആന്റണിക്ക് സ്വയം പ്രതിരോധം തീർത്ത് രംഗത്തെ വരേണ്ടി വന്ന ഒരു സാഹചര്യം തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനുള്ള തിരിച്ചടിയാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും തന്നെയാണ്. ശരി സാജു.